എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലായിലുള്ള ഒരു പുതിയ വീടാണ്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററിനുള്ളിൽ പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഒരു പുതുപുത്തൻ വീട്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന പുതിയ വീടിന് 2500 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. 13.5 സെന്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ലിവിംഗ്, ഡൈനിങ്, ഫാമിലി ലിവിംഗ് ഹാളുകൾ, മനോഹരമായ കിച്ചണും വർക്കേരിയയും തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന വലിയൊരു കാർ പോർച്ചാണ് ഈ വീടിനുള്ളത്. കുടിവെള്ളത്തിനായി വെള്ള സൗകര്യമാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ വിശാലമായ മുറ്റം, നമുക്ക് 5-6 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ വലിയൊരു മുറ്റമാണ് ഈ വീടിനുള്ളത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ പാകി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് മുകൾ ഭാഗം നാച്ചുറൽ റോഡ് കൊണ്ട് ഡ്രസ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന നല്ലൊരു വീട്. ഒരിക്കലും വെള്ളപ്പൊക്കൊന്നും ബാധിക്കാത്ത മനോഹരമായ പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഹൈവേയിലേക്ക് വെറും 300 മീറ്റർ മാത്രമാണ് ദൂരം. തൊട്ടടുത്തുള്ള RC പള്ളിയിലേക്ക് 200 മീറ്റർ മാത്രം, അതായത് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പാലാ, ഭരണങ്ങാൻ, മഞ്ഞുടങ്ങളുടെ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട് തൊട്ടടുത്തുകൂടി കടന്നു വരുന്നുണ്ട്. ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കാത്ത മനോഹരമായ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന കിടിലൻ പ്രോപ്പർട്ടിയാണത്. ഈ വീടിന്റെ ജനലുകളും കഥകളും കബോർഡ് വർക്കുകളും അതുപോലെ പാർട്ടീഷൻ വർക്കുകളും മുഴുവൻ തേക്കുന്നതിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ടാർ റോഡ് ഫ്രണ്ടേജിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീട്. ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. അതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ബാങ്ക് ലോൺ സൗകര്യത്തോടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. കേരള തനിമയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഹൈവേയിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറി ഒറ്റ നിലയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണിത്. വീടിൻ്റെ മുന്നിൽ കൂടി ടാർ റോഡ് കടന്നു വരുന്നു. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു മേഖലയാണ്. ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കാത്ത നല്ലൊരു ഏരിയയാണ്. ഒറ്റ നിലയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന വീടിൻ്റെ മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് കൊണ്ട് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന പുതുപുത്തൻ വീടാണിത്. വലിയ ബെഡ്റൂമുകൾ, വലിയ ഹാളുകളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. ഈ ഭാഗത്തായി നമ്മുടെ വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് വാഹനങ്ങളും ഈസിയായിട്ട് മുറ്റത്തേക്ക് കിടത്താനും തിരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട്. ഗേറ്റിന് നേരെ മുൻഭാഗത്ത് തന്നെ വലിയ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ്. ഇതാണ് നമ്മുടെ മുറ്റം. നല്ല വിശാലമായ മുറ്റമാണ്. പണികൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ വീടാണ്. സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ്. ഇവിടുത്തെ കഥകളും ജനലുകളും പാർട്ടീഷൻ വർക്കുകളും അങ്ങനെ കബോർഡ് വർക്കുകളും മുഴുവൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുൻഭാഗത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു. വെള്ളപ്പൊക്കം ബാധിക്കില്ലാത്ത ധാരാളം വെള്ളം ലഭിക്കുന്നൊരു മേഖലയാണ്. കിണറിന് ഗ്രില്ല് കൂടി പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു സൈഡിൽ കൂടി, ഫ്രണ്ടിൽ കൂടിയും ഈ ഒരു സൈഡിൽ കൂടിയും റോഡ് കടന്നു പോകുന്നു. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ്. ഇങ്ങനെ വീടിൻ്റെ 2 വശത്തുകൂടിയും റോഡ് കടന്നു പോകുന്നു. ധാരാളം വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയാണ്. വീടിൻ്റെ പുറകുവശത്തായി അടുക്കലിൽ പതറപ്പെട്ട ടാപ്പും കൊടുത്തിരിക്കുന്നു. സ്റ്റെയർ കേസ് മുറിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മുകൾ ഭാഗത്ത് വാട്ടർ ടാങ്കിക്ക് നല്ല ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നു. 3 സൈഡിൽ ഓടും, അതുപോലെ പുറകിലേക്ക് റൂഫിംഗ് ഷീറ്റും കൊടുത്തിരിക്കുന്നു. ഡ്രസ്സൊക്കെ വിരിച്ചിടാനും അത്യാവശ്യം ഒരു പാർട്ടി വെക്കാനും ഒക്കെയുള്ള സ്പേസ് മുകൾ ഭാഗത്തുണ്ട്. നമ്മൾ വീണ്ടും വീടിൻ്റെ മുന്നിലെത്തി കോമ്പൗണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞ് 13.5 സെൻറ്റാണ് സ്ഥലം. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. പോർച്ചിലെയും സിറ്റൗട്ടിലെയും പില്ലറുകളൊക്കെ നല്ല ടൈൽസൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 പാളിയുള്ള വലിയ ഡോറ് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തേക്കിൻ്റെ പാനൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കടന്നു വരുന്ന വിശാലമായൊരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് വർക്കുകളും LED പ്രൊഫൈൽ ലൈറ്റുകളും എല്ലാം കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നു. ഫാനുകൾ ഉപയോഗിച്ചിരിക്കുന്നത് BLDC ഫാനുകളാണ്. ഇവിടെ നമ്മൾ കടന്നു വരുന്ന വിശാലമായൊരു ഹാളിലേക്കാണ്. നമ്മുടെ ഡൈനിങ് ഏരിയയൊക്കെ വരുന്ന ഇവിടെയാണ്. സെപ്പറേറ്റ് ഒരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്. നേരെ മുൻപിൽ കാണുന്ന പാർട്ടീഷനിൽ പ്രെയർ ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളിൻ്റെ ഒരു സൈഡിൽ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകളും LED ലൈറ്റുകളും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു പാർട്ടീഷൻ വർക്കൊക്കെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏത് മത്സരക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷനപ്പുറത്ത് ഫാമിലി ലിവിങ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല മനോഹരമായിട്ടൊരു
കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നിലവിൽ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർക്കുകളെല്ലാം കാണുന്നത് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടൊരു ഏരിയ, സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ആംബിയൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭിത്തിയിലെ ടെക്സ്ചർ വർക്കുകൾ കൂടി കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ കാണുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടറാണ്. ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് ഇടവശത്ത് ധാരാളം കബോർഡുകളുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ, അതോടൊപ്പം വലിയൊരു മിറർ കൂടി നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാനുള്ള എളുപ്പം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം കബോർഡ് വർക്കുകൾ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. മുഴുവൻ തേക്കിൻതടിയിലാണ്. നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളാണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. കൂടുതൽ തടിയിലാണ് കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കിച്ചൺ റാക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷനൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡുകൾ ഇവിടെയും വന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഫാമിലി ലിവിങ് ഏരിയയാണ്. കുടുംബാംഗങ്ങൾക്കൊക്കെ ഒന്നിച്ചിരുന്ന് TV കാണാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഇവിടെ വന്നിരിക്കുന്നു. 3 ഫേസ് വയറിംഗ് ആണ് ഈ വീട് നൽകിയിരിക്കുന്നത്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലംബിംഗ് ഐറ്റംസും അതുപോലെ വയറിംഗ് ഐറ്റംസും എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ്. ഫാനുകളൊക്കെ BLDC ഫാനുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ നല്ല വലിയൊരു TV യൂണിറ്റ് കാണാം. ഇനി നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂമിൽ ജനലിൻ്റെ സൈഡിൽ സിറ്റിങ്ങിനുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. അവിടെ ഗ്രാനൈറ്റ് ആയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. കൂടാതെ ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബുകൾ കൂടി നൽകിയിട്ടുണ്ട്. ബാത്റൂമുകളിലെല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാൾ മൗണ്ടഡ് സിംഗിൾ പീസ് ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഗീസറിനൊക്കെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വലിപ്പമേറിയ ബാത്റൂമുകളാണ്. അതുപോലെ എല്ലാ ബെഡ്റൂമുകളിലും AC പോയിന്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. വലിയ ബെഡ്റൂമുകളാണ് ഇവിടെയുള്ളത്. അടുത്ത ബെഡ്റൂമുകൾ വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഈ പ്രേരിയുടെ താഴ്വശത്തും കബോർഡുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് മുഴുവൻ തടിയിലുള്ള വർക്കുകളാണ്. മൾട്ടിവുഡ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല. തനി തേക്കിൻ തടിയിലാണ്. അടുത്തൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. 2 സൈഡിലും വലിയ ജനലുകളുണ്ട്. ഫാനുകളും ലൈറ്റുകളും എല്ലാം ഇട്ടിട്ടുണ്ട്. കബോർഡുകളുണ്ട്. ഇതൊരു ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. നല്ല ഭംഗിയേറിയ പാറ്റേണിലാണ് ബാത്റൂമിലേക്ക് ടൈൽസ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണിത്. നിങ്ങൾക്ക് ലോൺ സൗകര്യത്തിലൂടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. RC പള്ളിയിലേക്ക് നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം 200 മീറ്റർ മാത്രമാണ് RC പള്ളിയിലേക്കുള്ള ദൂരം. പാല ടൗണിലേക്ക് ഒരു 3.5 കിലോമീറ്റർ എത്താൻ സാധിക്കും. പ്രവിത്താനം ടൗണിലേക്ക് നമുക്കൊരു 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. അങ്ങനെ സൗകര്യങ്ങളെല്ലാം നിറഞ്ഞ മനോഹരമായ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ്. താല്പര്യമുള്ളൊരു താഴെക്കട നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കാണാനൊക്കെ ഉള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. പാല ടൗണിൽ നിന്ന് 3.5-4 കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഹൈവേയിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയ വീടിന്റെ ലൊക്കേഷൻ. വീടിന്റെ ഇന്റീരിയറൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് ലുക്കിലുള്ള മനോഹരമായ വീടാണ്. 4 വലിയ ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ഹാളുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന കെട്ടിടം വീടാണ്. അതുപോലെ കിച്ചണും വർക്കേരിയും ഒക്കെ നല്ല വലിപ്പമുള്ള കിച്ചണും വർക്കേരിയുമാണ്. അതുപോലെ കബോർഡ് വർക്കുകളെല്ലാം നല്ല തേക്കുന്നടി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന പോലെ 1,30,00,000 രൂപയാണ്. താല്പര്യമുള്ളവർ താഴെക്കട നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ സൗകര്യത്തിലൂടെ ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.